ശക്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാള സിനിമയുടെ പ്രിയതാരമായ ഫിലോമിന ഓർമ്മയായിട്ട് 17 വർഷം തികയുന്നു. സ്വതസിദ്ധമായ അഭിനയ മികവായിരുന്നു ഫിലോമിനയുടെ പ്രത്യേകത. വാത്സല്യമുള്ള സ്നേഹമുള്ള അമ്മയായും കർക്കശക്കാരിയായ മുത്തശ്ശിയായും അരിശക്കാരിയായ അമ്മായിയമ്മയായും പൊങ്ങച്ചക്കാരിയായ കൊച്ചമ്മയായും ഫിലോമിന ജനഹൃദയങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ആണഹന്തയെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ച ആനപ്പാറ അച്ചാമ്മ ഫിലോമിനയെ അടയാളപ്പെടുത്തിയ കഥാപാത്രമായിരുന്നു. ഫിലോമിന ഹിറ്റാക്കിയ ഡയലോഗുകൾ യുവതലമുറകൾക്കിടയിലും ഇന്നും ട്രെൻഡാണ്. തൃശൂരിലെ മുള്ളൂർക്കരയിൽ ജനിച്ച് നാടകങ്ങളിലൂടെയാണ് ഫിലോമിന അഭിനയ രംഗത്ത് സജീവമാകുന്നത്. 1964 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ പ്രേം നസീറിന്റെ അമ്മവേഷത്തിലൂടെയാണ് സിനിമ അരങ്ങേറ്റം കുറിക്കുന്നത്. ഏറെയും അമ്മവേഷങ്ങളാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. 45 വർഷത്തോളം ചലച്ചിത്ര ടെലിവിഷൻ രംഗങ്ങളിൽ സജീവമായിരുന്ന ഫിലോമിന അഭിനയിച്ചത് 750ഓളം മലയാളം ചിത്രങ്ങളിലാണ്. ജീവിതത്തെ ഒറ്റപ്പെട്ടപ്പോഴും അവർ കരുത്തോടെ അഭിനയ രംഗത്ത് തുടർന്നു. അമ്മ അമ്മായിയമ്മ റോളുകളിൽ നിന്ന് മാറി സത്യനന്തിക്കാടിന്റെ സിനിമകളിലൂടെ നർമ്മം തുളുമ്പുന്ന കഥാപാത്രങ്ങളും അനായാസം ഫിലോമിന കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആനപ്പാറ അച്ചാമ്മ മാത്രമല്ല, സസ്നേഹത്തിലെ അമ്മായിയമ്മ, വിയറ്റ്നാം കോളനിയിലെ ഉമ്മ, കിരീടത്തിലെ മുത്തശ്ശി, വെങ്കലത്തിലെ അച്ചമ്മ, തനിയാവർത്തനം, മഴവിൽക്കാവടി എന്നിവയിലെ വേഷങ്ങളും എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളിൽ ചിലതാണ്. നാട്ടിൻപുറങ്ങളിൽ കാണാറുള്ള അയൽപ്പക്കത്ത് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഫിലോമിനയുടെ രീതി ഏവരെയും അതിശയിപ്പിക്കുന്നവയാണ്. ലളിതമായ ഭാഷയിൽ നമ്മളിൽ ഒരാളെ പോലെ ഫിലോമിന ജീവിക്കുകയായിരുന്നു. 1970 തുറക്കാത്ത വാതിൽ, ഓളവും തീരവും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനും 1987 തനിയാവർത്തനത്തിലെ അഭിനയത്തിനും മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദേഷ്യപ്പെടുമ്പോൾ പോലും ഹാസ്യമുണ്ടാക്കിയിരുന്ന അതേസമയം ആസ്വാദക മനസ്സിൽ വിങ്ങലുണ്ടാക്കുന്ന പ്രകടനങ്ങളും ഫിലോമിന കാഴ്ചവെച്ചു. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവുമായിരുന്നു അവസാന ചിത്രം. ഓർത്തുവെക്കാവുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ ബാക്കിയാക്കിയാണ് ഫിലോമിന യാത്രയായത്. 80ാമത്തെ വയസ്സിൽ 2006 ജനുവരി 2 തിങ്കളാഴ്ച ചെന്നൈയിൽ മകൻ ജോസഫിന്റെ വസതിയിൽ വെച്ചാണ് ഫിലോമിന വിട പറയുന്നത്. പകരം വെക്കാനാകാത്ത പ്രിയതാരത്തിന്റെ സിനിമകളും സംഭാഷണങ്ങളും മലയാള സിനിമയ്ക്ക് എക്കാലവും മുതൽക്കൂട്ടാണ്.